വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ഇനിയുള്ള സമയം കൊണ്ട് തീർക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ട്രിക്ക് അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന മെസ്സേജും അതുപോലെ കമൻ്റ് എന്ന് പറയുന്നത് ഇനിയുള്ള ദിവസം കൊണ്ട് ഫുൾ സിലബസ് വീഡിയോ ക്ലാസ് ചെയ്ത് തീർക്കാവോ എന്നുള്ള ഒരു കാര്യമാണ്. ഞാൻ ഏത് ക്ലാസ് ഇട്ടാലും എല്ലാ സബ്ജക്ട്സും തീർക്കാവോ എന്ന രീതിയിലുള്ള കമൻറ്റാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെപ്റ്റംബർ 19 പരീക്ഷ ആരംഭിക്കുന്നത്. 2ാം ഘട്ടമോ 3ാം ഘട്ടമോ ഒക്കെ എഴുതുന്നവർക്ക് കുറച്ചുകൂടെ സമയം കിട്ടും. ഈ ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസം സമയം കൊണ്ട് ഫുൾ സബ്ജക്ട്സിൻ്റെ വീഡിയോ ക്ലാസ് കണ്ട് പഠിക്കുക എന്നുള്ളത് ഇച്ചിരി പാടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കേരള ചരിത്രം തന്നെ മുഴുവൻ കണ്ട് തീർക്കണമെങ്കിൽ 11 മണിക്കൂർ വേണം. ഇതൊരു 2 തവണ നിങ്ങൾ കണ്ടാൽ പഠിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളത് വിചാരിക്കുക. 2 തവണ കാണണമെങ്കിൽ തന്നെ 22 മണിക്കൂർ ഏകദേശം വേണം. മറ്റു പല ചാനൽസിൻ്റെയൊക്കെ ആണെങ്കിൽ 16ഉം 22ഉം ഒക്കെ മണിക്കൂറാണ് കുറച്ച് നീട്ടി പഠിപ്പിക്കുന്ന ആൾക്കാരുടെ. അപ്പോൾ അത്രയും മണിക്കൂറുകളാണ് നമുക്കിവിടെ ചിലവാകുന്നത്. ഇനി ഒരു ലൈവ് ക്ലാസ് ആണെങ്കിൽ ഇടയ്ക്കുള്ള സംശയങ്ങൾ, കമൻറ്റുകൾ, അഭിപ്രായങ്ങളൊക്കെ വരുമ്പോൾ ചെറിയൊരു 15 മിനിറ്റിന് ടോപ്പിക്കിന് 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പോകും. അപ്പോൾ ഈ വീഡിയോയും ലൈവിനും ഇങ്ങനെയൊരു പോരായ്മയുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നല്ല രീതിയിൽ നമ്മുടെ സമയം പോകും. എന്നാൽ അത്യാവശ്യം പഠിച്ച് നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് റിവിഷനും അതുപോലെ തന്നെ ഒരു ലൈവ് ഇൻട്രാക്ഷനിലൂടെ ഒന്ന് എല്ലാം സെറ്റ് ചെയ്തെടുക്കാനും ഈ വീഡിയോയും കാര്യങ്ങളും ഒക്കെ നല്ലതാണ്. പക്ഷേ ഒരു പോരായ്മയും ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള സമയം കൊണ്ട് പരീക്ഷ ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ, ഈ പരീക്ഷ എങ്ങനെയെങ്കിലും നേടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിയിലൊന്ന് പഠിച്ചു നോക്കുക. ടോട്ടൽ 100 മാർക്കിൻ്റെ ഒരു സിലബസാണ് നമ്മുടെ കൺമുന്നിലുള്ളത്. അതിൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 3 സബ്ജക്ട്സ്, ടോട്ടൽ 30 മാർക്ക്. ഇത് നിങ്ങൾ പറ്റുന്ന പോലെ ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. മാത്സ് ഒക്കെ ടോപ്പിക് അധിഷ്ഠിതമായി പാടുള്ളവരാണെങ്കിലും കുറച്ചായിട്ട് ചോദ്യങ്ങൾ ചെയ്ത് ഓരോന്നൊക്കെ പഠിച്ച് മടുക്കുമ്പോൾ മാത്സ് എടുത്ത് ചെയ്ത് പഠിച്ചു പോകണം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ വലുതായിട്ടൊന്നും സംസാരിക്കാൻ അറിയാൻ മേലെങ്കിൽ PSCD ഇംഗ്ലീഷ് കുറച്ച് ഗ്രാമറും കുറച്ച് ഈ പറഞ്ഞ പോലെ അർത്ഥവും പര്യായം ആൻറ്റോണിംസും സിനോണിംസും ഒക്കെ പഠിച്ചാൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. മലയാളം വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ മാതൃഭാഷയാണ്. ക്യാപ്സ്യൂൾ പോലെ അങ്ങ് പഠിച്ചാൽ മതി. മലയാളം അത്യാവശ്യം പഠിച്ചില്ലേ പോലും കുറച്ച് മാർക്ക് കിട്ടും. അങ്ങനെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 30 മാർക്കിൻ്റെ സെക്ഷനിൽ മാക്സിമം സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ പഠിച്ചാലും ഇച്ചിരി ബുദ്ധിമുട്ടുള്ളവർക്ക് കുറയാൻ പോകുന്നത് മാത്സ് ആയിരിക്കും. അവരൊരു ആവറേജ് മാർക്ക് മേടിക്കാൻ ശ്രമിക്കുക ഈ 30 മാർക്കിൻ്റെ സെക്ഷനിൽ. ആ കൂട്ടത്തിൽ മന്ത്ലി കറണ്ട് അഫേഴ്സ് എന്ന രീതിയിൽ 2025 ഒരു പകുതി തൊട്ടുള്ള കറണ്ട് അഫേഴ്സ് നന്നായിട്ട്, പകുതി തൊട്ട് പരീക്ഷ നടക്കുന്ന ഒരു 4 മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫേഴ്സ്, മന്ത്ലി കറണ്ട് അഫേഴ്സ് എന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് വായിച്ച് സുപരിചിതമാക്കി പോവുക. അതോടൊപ്പം സ്പോർട്സും അതുപോലെ തന്നെ ഈ ലിറ്റററി അവാർഡ്സും ഒക്കെ ഒരു 2 വർഷം കൂടെ പുറകോട്ടുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചിതമാക്കി പരീക്ഷയ്ക്ക് പോകുക. കറണ്ട് അഫേഴ്സ് 20 മാർക്കാണ്, ചിലപ്പോൾ 15 മാർക്കൊക്കെ ചോദ്യം വരത്തുള്ളൂ. അങ്ങനെ ആ രീതിയിൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫേഴ്സ് പക്കായിട്ട് പഠിക്കുക. 50 മാർക്കാണ് ഇത്രയും സെക്ഷൻസ്. ഓക്കെ, ഇത് ഈ ഒരു രീതിയിൽ പഠിച്ചു പോവുക. ഈ കൂട്ടത്തിൽ സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. അത് പറ്റുന്ന പോലെ നിങ്ങൾ സിലബസ് തീർക്കാനൊന്ന് ശ്രമിക്കണം. ക്യാപ്സ്യൂളും അതുപോലെ ടോപ്പിക്കും ഒക്കെ വെച്ച് സിലബസ് തീർക്കാൻ ശ്രമിക്കണം. ആ ഒരു രീതിയിൽ പറ്റുന്ന പോലെ നമ്മൾ സിലബസിൽ നിന്നുകൊണ്ട് പഠിച്ചാൽ തീർക്കാൻ പറ്റുന്നുള്ളൂ. ഒത്തിരി കണക്ട് ചെയ്ത് കടൽ പോലെ പഠിക്കാവുന്ന സയൻസും കുറേ ഉണ്ട്. പക്ഷേ സിലബസ് നിന്നുകൊണ്ട് പഠിച്ചാൽ മതി, അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ സയൻസും ആ രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഇത്രയും സബ്ജക്ട്സ് നമ്മൾ പഠിക്കാൻ അത്യാവശ്യം ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള GK പഠിക്കാനുള്ള ഒരു സ്റ്റഡി മെത്തേഡ് കാണേണ്ടത് മുന്നിൽ. നമുക്ക് GK യിൽ തന്നെ ഇപ്പം സയൻസ് മാറ്റി നിർത്തിയാൽ, മാത്സ്, ഇംഗ്ലീഷും മലയാളം മാറ്റി നിർത്തിയാൽ, കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള സയൻസും ഒക്കെ മാറ്റി നിർത്തി GK ബാക്കിയുള്ള ഭാഗം എന്ന് പറയുന്നത് 7 സെക്ഷൻസാണ്. ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം ഭരണം, ഭരണ സംവിധാനം, സുപ്രധാന നിയമങ്ങൾ, കലാ, സാഹിത്യ, സംസ്കാരം, ഈ 7 സെക്ഷൻസ് ടോട്ടൽ 35 മാർക്ക്. ഈ 35 മാർക്കിൻ്റെ 7 സെക്ഷനിലെ 5 മാർക്കിൻ്റെ ചരിത്രം തന്നെ എടുക്കുകയാണെങ്കിൽ അതിനെ കേരള ചരിത്രം, ഇന്ത്യൻ ചരിത്രം, ലോക ചരിത്രം എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിലെ കേരള ചരിത്രം തന്നെ മുഴുവനായിട്ട് ആത്മാർത്ഥമായിട്ട് പക്കായിട്ട് പഠിക്കണമെങ്കിൽ ഈ ഒരു മാസം നമുക്ക് തീരത്തില്ല. അത്രയും ഉണ്ട് നമുക്ക് പഠിക്കാൻ. പക്ഷേ നമുക്ക് ഇത്രയും ഈ 35 മാർക്കിൻ്റെ സെക്ഷനിൽ ഒരു 25 തൊട്ട് 30 മാർക്ക് വരെ മേടിക്കണം. നിങ്ങൾക്ക് ക്യാപ്സ്യൂൾ പോലെ കണ്ടൻറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതെല്ലാം പഠിക്കാൻ പറ്റുന്നതിന് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന PSC ഇതുവരെ ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിൻറ്സും പിന്നെ വരാൻ സാധ്യതയുള്ള മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് ക്യാപ്സ്യൂൾ പോലെ പഠിക്കുക. അല്ലെങ്കിൽ നമ്മൾ PDF ആയിട്ട് ഇത്രയും സെക്ഷൻസിന് കണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളതിന്. കേട്ട് നോക്കുക നിങ്ങൾ. ഇത്രയും സെക്ഷൻസിന് PSC ഇതുവരെ ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങളെ പ്രധാനപ്പെട്ട പോയിൻസിനെയും മുൻനിർത്തിക്കൊണ്ട് നോട്ട് മാത്രമാണ്, PDF മാത്രമാണ്. PDF നിങ്ങൾ വായിച്ച് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള PDF കണ്ടൻറ്റ് നോട്ടുകൾ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ കോഴ്സിൽ. ആ നോട്ട് വെച്ച് ഈ 35 മാർക്കിൻ്റെ കണ്ടൻറ്റ് പക്കായിട്ട് ഇനിയുള്ള സമയങ്ങൾ നല്ല എഫേർട്ട് ഇട്ട് തീർക്കാൻ ശ്രമിക്കുക. ഇതും അത്യാവശ്യമുണ്ട്. പക്ഷേ ശ്രമിച്ചാൽ ഈ PDF ഈ നോട്ടിൽ ഇത്രയും കണ്ടൻറ്റ് നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. നമ്മൾ യഥാർത്ഥ രീതിയിൽ പഠിക്കാൻ അറിയാമല്ലോ. ഇപ്പോൾ റാങ്ക് ഫയൽ ആണെങ്കിൽ പോലും അതിൽ ചരിത്രം, കേരള ചരിത്രം തന്നെ തീർക്കണം എന്തോരം ഉണ്ട്. പക്ഷെ അത്രയും പഠിക്കാൻ സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കണ്ടൻറ്റ് തരുന്നത് ക്യാപ്സ്യൂൾ വരെ. അതങ്ങ് നൈസായിട്ട് തീർത്താൽ
ബാക്കിയുള്ള സെക്ഷൻസ് ഞാൻ പറഞ്ഞ ഡെയിലി പഠിച്ച് നൈസായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് ഒരുപക്ഷെ എത്തിച്ചേരാൻ സാധിക്കും ഇനിയുള്ള സമയം കൊണ്ട്. ഇതല്ലാതെ ഞാനിങ്ങനെ വീഡിയോ ക്ലാസ് കുറേ നിങ്ങൾക്ക് തന്നാൽ ഇതൊന്നും തീരാൻ പോകുന്നില്ല. അപ്പം താല്പര്യമുള്ളവർ ഈ PDF ഉള്ള കോഴ്സ് അങ്ങ് പർച്ചേസ് ചെയ്താൽ മതി. ഇതിൻ്റെ PDF-ഉം അതുപോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൻ്റെ വീഡിയോ ക്ലാസ്സും സയൻസിൻ്റെ കംപ്ലീറ്റ് സിലബസും തീർത്ത കറണ്ട് അഫേഴ്സ് ഉൾപ്പെടെയുള്ള നമ്മുടെ മെയിൻ ക്രാഷ് കോഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അത് മേടിക്കാൻ ഇത്രയും വേണ്ട ചെറിയൊരു PDF മാത്രം മതി, GKയുടെ PDF മാത്രം മതി എന്നുള്ളവർക്ക് കുറച്ച് ചെറിയൊരു ഫീസിൽ അതിൻ്റെ ഒരു കോഴ്സും അവൈലബിൾ ആണ്. ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? മാത്സും ഇംഗ്ലീഷും മലയാളവും കറണ്ട് അഫേഴ്സും സയൻസും പിന്നെ ഈ ഒരു സെപ്പറേറ്റ് PDF ഉള്ള കോഴ്സ് വേണമെങ്കിൽ നമ്മുടെ മെയിൻ ക്രാഷ് കോഴ്സ് വില്ലേജ് ഫീൽഡ് ടെസ്റ്റിന് മേടിച്ചോളുക. ആ ഒരു 35 മാർക്കിൻ്റെ PDF മാത്രം മതിയെങ്കിൽ ആ ചെറിയ കോഴ്സ് നിങ്ങൾ മേടിച്ചാൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ആപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്.